ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് തൃപ്പൂണിത്തറയിലുള്ള മുല്ലപ്പന്തൽ ഷാപ്പിലാണുള്ളത്. ഇന്നത്തെ ഇൻട്രോ വന്നിട്ട് പുതിയൊരു സ്ഥലത്താവണം എന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ ഫുഡ് വ്ളോഗ് ഒന്നും ചെയ്തിട്ടില്ല. ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫുഡിൻ്റെ ഒരൊറ്റ വീഡിയോ പോലും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മുല്ലപ്പന്തൽ ഷാപ്പിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഞാനും ഏട്ടനും കുട്ടിയും കൂടെ ഇപ്പോൾ 3rd ടൈമിനാണ് എഗെയിൻ ഇവിടെ വന്നേക്കുന്നത്. അതിവിടുത്തെ ഫുഡ് അത്രയും അടിപൊളിയായതുകൊണ്ട് തന്നെയാണ്. നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് വർത്ത് ആയിട്ടുള്ള ഫുഡാണെന്നാണെങ്കിൽ നമ്മൾ എന്ത് വന്നാലും എഗെയിൻ ആൻഡ് എഗെയിൻ വീണ്ടും വീണ്ടും അത് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കും. സോ ഇന്ന് മുല്ലപ്പന്തൽ ഷാപ്പിലെ വിശേഷങ്ങൾ കാണാം. ഇവിടെ കുറേ അമ്മമാരുണ്ട്, ഫുഡ് ഉണ്ടാക്കുന്ന കുറേ അമ്മമാരുണ്ട്. അത്രയും സ്നേഹമുള്ള ആൾക്കാരാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമായിട്ടോ അവരെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് എൻട്രി. നമ്മളുടെ RLB കോളേജിനൊക്കെ അടുത്തായിട്ട് വരും നമ്മുടെ മുല്ലപ്പന്തൽ ഷാപ്പ്. സന്തോഷം. പറശ്ശിനിക്കടവ് മുത്തപ്പൻ അടിപൊളി. അപ്പം എല്ലാവരെയും അടുക്കളയിലെ മെയിൻ വിഭവങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ. കരിമീനൊക്കെ അവർ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കക്ക, ചെമ്മീൻ റോസ്റ്റ്, അതുപോലെ തന്നെ കാട ഫ്രൈ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. താറാവ്, അങ്ങനെ ഒരുപാട് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. സ്റ്റൂളിട്ട് കയറി കഴിക്കണ ആളാ. വാദ്യം വിട്ടെ സ്പെഷ്യൽ എന്ന് താറാവ് കരിമീൻ, പിന്നെ ചെമ്മീനുണ്ട്. ശരിക്കും ഇത്രയും ഒതന്റിക് ആയിട്ടുള്ള ടേസ്റ്റ് റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കുക്കിംഗ് എല്ലാം സ്ലോ കുക്കിംഗ് ആണ്. അതുപോലെ തന്നെ വിറകടുപ്പിലാണ് കുക്ക് ചെയ്യുന്നത്. പച്ച വെളിച്ചെണ്ണ, നല്ല നാടൻ ആട്ടിയ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്തിട്ട്. ഇപ്പം ഞാൻ കാട ഫ്രൈ ഇതിന് ശേഷം കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. അത് നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണയില്ലേ, നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു പള്ളൊരുത്തിക്കാരി ചേച്ചീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരാണ് ഞങ്ങൾ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും എരിവുള്ള ഫുഡ് കൂടുതലും കഴിക്കാൻ ആസ്വദിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. പള്ളൊരുത്തിക്കാർ പ്രത്യേകിച്ച് അല്ലേ. നേരെ ഫോർട്ട് കൊച്ചിന്നോ ഹാർബറിൽ നിന്നോ മീൻ മേടിച്ചോണ്ട് വരും വീട്ടിൽ, പിന്നെ ഉച്ചക്ക് ആ ഫുഡ്. അപ്പൊ പേരെന്താ ചേച്ചിനെ? ബിന്ദു. അപ്പൊ ബിന്ദു ചേച്ചിനെ പരിചയപ്പെട്ടു. ഷഹന. ഞങ്ങൾ ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. അപ്പൊ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യണോ. അപ്പൊ ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഓക്കെ, ചേച്ചിയുടെ പേരെന്താ? അടുത്താള് വിമല ചേച്ചിനെ കണ്ടു. അപ്പൊ വിമല ചേച്ചിയുടെ വീട് എവിടെയാ? അപ്പൊ ഇവിടെ അടുത്ത് തന്നെയാണ്, ഈ ലൊക്കേഷനിൽ തന്നെ ഉള്ള ആളാണ്. ഈ അമ്മമാരുടെയൊക്കെ കൈപ്പുണ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത്ര ആൾക്കാർ വരാൻ റീസൺ. ഇവിടെ എന്താ മുല്ലപ്പന്തലിന്റെ പേര് വരാൻ റീസൺ നമ്മളെ അതുകൊണ്ടാണ് പേര് വന്നാലേ. കണ്ടായിരുന്നു. പക്ഷെ മുല്ല കായ്ച്ചിട്ടില്ല. പക്ഷെ ഉണ്ടല്ലേ, അറ്റത്തുണ്ടല്ലേ? ആണല്ലേ. ഞാൻ ശരിക്കും കേറി വന്നപ്പോഴത്തേക്ക് താഴെ ആ ഒരു ഇത് മാത്രമേ കണ്ടുള്ളൂ. പാവം ഉണ്ടോ, എന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന കുട്ടിയാ അല്ലേ ദേവു? നല്ല വേണം. പിന്നെ അടുക്കള ഫുള്ള് ഞാൻ ക്ലീൻ ചെയ്യേണ്ട പണിയാണ്. അതെനിക്ക് ഇരട്ടിപ്പടിയായിട്ട് തരും. ജോലിയുണ്ട്. ഞാൻ സൗത്തില് GB എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്യാം, വിസ സ്റ്റാഫായിട്ട്. കുറേ ചെമ്മീൻ ഐറ്റംസ് ഉണ്ട്. ചെമ്മീന്റെ ആളാണ് ഇയാള്. എരിവ് ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എരിവാ. അപ്പൊ അടുത്ത ചേച്ചി, ചേച്ചിയുടെ പേരെന്താ? സാവിത്രി. അപ്പൊ സാവിത്രി ചേച്ചി. ഇനി അടുത്ത ആള് ഓരോരുത്തരായിട്ട് കാണട്ടെ. ഈ അമ്മേനെ ഞാൻ വീഡിയോയിൽ കണ്ടായിരുന്നു അല്ലേ? കുറെ. അമ്മയുടെ പേരെന്താ? രാധമ്മേനെ ഞങ്ങൾ വീഡിയോയിൽ കണ്ടായിരുന്നു. വീഡിയോയിൽ കണ്ടിട്ട് നമ്മളുടെ ഒരു ഫുഡ് വ്ളോഗർ വന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ ചേട്ടൻ വന്ന് കണ്ടിട്ടാണ് ഞാൻ ചേച്ചീനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ രാധമ്മ എത്ര വർഷം ഇവിടെ? 36 വർഷം. 36 വർഷത്തെ സർവീസാണ് കേട്ടോ. അയ്യോ വലിയതാ. നല്ല സന്തോഷമുണ്ട് കാണാൻ പറ്റിയില്ല. അപ്പൊ അടുത്ത ഒരു അമ്മേനെ കാണിച്ചു തരാം. അമ്മയുടെ പേരെന്താ? അജിതാമ്മേനെ കണ്ടു. അജിതാമ്മ ഇവിടെ. ഇതെന്ത് പൊടിയത്? ചെമ്പ് ഫുഡല്ലേ? ചെമ്പപ്പൊടി. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല ചൂടാട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. വിറകടുപ്പ്, എൻ്റെ വീട്ടിൽ വിറകടുപ്പ് ഉണ്ടായിരുന്നു. വിറകടുപ്പിലാണ് കഞ്ഞി വെക്കുന്നതും, അകടപ്പിലാണ്. അപ്പോൾ ഇവിടെ നല്ല ചൂടാണ്. കാരണം പക്ഷെ അടുക്കള എന്ന് പറയുന്നത് നമുക്ക് ചൂട് തന്നെയാണ്. ഇപ്പം നമ്മൾ വന്ന ആളുകളുടെ മനസ്സ് നിറയുന്നത് ശരിക്കും
കൊടുക്കുന്ന ക്യാഷിന് ഫുഡ് വേർത്ത് ആകുമ്പോഴാണ്. അപ്പം ഇവിടെ ഞാൻ 3ാമത്തെ തവണയാണ് വരുന്നത്. 3ാമത്തെ തവണ വരാൻ റീസൺ ഇപ്പോൾ കുഞ്ഞും കൂടെ ആയിട്ടാണ് വന്നേക്കുന്നത്. വരാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കൈപ്പുണ്യം അത്ര അടിപൊളിയാണ്. നമ്മൾ എപ്പോൾ വന്നാലും നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യണ്ടെന്ന് വിചാരിക്കുന്ന സാധനങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഓർഡർ ചെയ്തു പോകും. അത്ര അടിപൊളി ടേസ്റ്റാണ്. എനിക്കിവിടുത്തെ നമ്മളുടെ തലക്കറി ഞാൻ തിന്നുന്നതിൻ്റെ വീഡിയോ സെപ്പറേറ്റ്ലി കാണിക്കാം. കാരണം തലക്കറി നല്ല ടൈം എടുത്ത് തിന്നണ്ട. എല്ലാ കറിയും കഴിച്ച് കഴിഞ്ഞതിന് ശേഷം തലക്കറി കഴിച്ചില്ല എന്നാണെങ്കിൽ നമ്മുടെ നാക്കിലെ തൊലി പോകും. കാരണം അല്ലേ നമ്മൾ അത്രത്തോളം ആഗ്രഹിച്ച് കഴിക്കുന്ന സാധനമാണ് തലക്കറിയും കൂടി. അപ്പോൾ അതുകൊണ്ട് തലക്കറി ലാസ്റ്റേ കഴിക്കുകയുള്ളൂ. പിന്നെ ഇവരുടെയൊക്കെ മനസ്സറിയണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ട? ആദ്യം തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് അത്രത്തോളം ഇഷ്ടത്തോടു കൂടി ഇവരുണ്ടാക്കി തരുന്ന ആഹാരം നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കുമ്പോഴാണ് ഇവരുടെ മനസ്സ് പറയണത് അല്ലേ? അപ്പോൾ എനിക്കിവിടെ കുറേ അമ്മമാരെ കിട്ടിയിട്ടോ. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകാം. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്യാനുള്ള ലിസ്റ്റ് ഉൾപ്പെടെ ആക്കിയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇവിടെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടാണ്. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് സലീം കുമാർ. സലീം കുമാർ, അടിപൊളി. സലീം കുമാർ ചേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം ചേട്ടൻ ഇവിടെ എത്ര വർഷമായി? ഞാൻ ഇവിടെ വന്നിട്ട് 27 വർഷമായി. 27 വർഷമായി, അടിപൊളി. വലിയ സർവീസ് ഇയേഴ്സ് അല്ലേ? സന്തോഷം. എല്ലാവരെയും കണ്ടതിൽ ഭയങ്കര സന്തോഷം. ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഏകദേശം ഇപ്പോൾ ഒരു 1.5 മാസമായിട്ടുള്ളൂ. വർക്കിംഗ് വുമണാണ്, അമ്മയാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് ചെയ്യണേ. എനിക്ക് ഇന്നിത് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നിങ്ങൾ മീൻസ് എല്ലാ ഓ തീർച്ചയായിട്ടും എന്താണ് ഭയങ്കര സന്തോഷം എല്ലാവരും കാണാൻ പറ്റിയില്ലേ. അപ്പൊ അതാ രണ്ടുപേരെയും പരിചയപ്പെടാം. ഹായ് പറയടാ. നമ്മളെവിടെ വന്നേക്കണേ? മുല്ലപ്പന്തൽ ഷാപ്പ്. പൊളിക്കണ്ടേ നമുക്ക്? കള്ള് ഫസ്റ്റ് തന്നെ എത്തിയിട്ടുണ്ട്. കള്ള് നമ്മളധികം കഴിക്കുന്നില്ല, ബിക്കോസ് നമുക്ക് ട്രാവൽ ചെയ്ത് പോകാനുള്ളതാണ്. അതുപോലെ തന്നെ മിക്കവാറും അവൻ കഴിക്കാൻ ചാൻസ് ഇല്ല, ഞാനേ കഴിക്കുള്ളൂ. കാരണം അവന് ഡ്രൈവ് ചെയ്യാനുണ്ട്. ഇവിടെ വരുമ്പോൾ ഷാപ്പിൽ എപ്പോഴും വരുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട ഫുഡുകൾ ഓൾറെഡി നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ അവരോട് പറഞ്ഞ് അങ്ങനെ എടുക്കുമ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും. പ്രശ്നം മീൻസ് ഇവിടെ നല്ല രീതിയിൽ ടൈം എടുക്കും. അപ്പം അതിലും നല്ലത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് നമ്മൾ തന്നെ നോട്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് പറയുന്നതായിരിക്കും നല്ലത്. അതെ, അവർക്ക് അങ്ങനെ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അതുപോലെ തന്നെ ഇവിടെ മെനു കാർഡ് ഒന്നുമില്ല. അപ്പം ഇവിടുത്തെ ഫുഡിൻ്റെ ഐറ്റംസിൻ്റെ ഒരു ലിസ്റ്റ് ഇവർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യാം. ഓക്കെ, നല്ല കാര്യം. പിന്നെ ഞാനിപ്പോൾ ഓർഡർ ചെയ്തതിന് എന്തൊക്കെ ഐറ്റംസ് എന്ന് പറയട്ടെ. ഉണ്ട് കാട, ചെമ്മീൻ, തലക്കറി, ഫിഷ് പൊള്ളിച്ചത്, പിന്നെ എന്തായിരുന്നു ഐറ്റംസ്? അപ്പം, കപ്പ, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വരട്ടെ. ഫസ്റ്റ് കള്ള് വന്നിട്ടുണ്ട്. അപ്പോൾ കള്ളിൽ നമുക്ക് തുടങ്ങാൻ പറ്റില്ല. കാരണം കള്ളിൽ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കൽ ഭയങ്കരമായിട്ട് കുറയും. അപ്പം അതിലും നല്ലത് ഫുഡും കൂടെ വന്നിട്ട് ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഇവിടെ വരുന്നത് 3ാമത്തെ തവണയാണ്. ആദ്യത്തെ പ്രാവശ്യം ഏട്ടൻ്റെ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്. 2ാമത്തെ തവണ എൻ്റെ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്. അന്ന് രേഷ്മി ചിപ്പുക്കാക്കിയൊക്കെ പുറത്തുനിന്ന് വന്നപ്പോൾ, എബ്രോഡിൽ നിന്ന് വന്നപ്പോൾ. പിന്നെ വന്നത് ഇപ്പൊ ആവയായിട്ട് ദേവു ആയിട്ടാണ് ഫൈനലായിട്ട് വന്നിട്ടുണ്ട്. ഇവളുടെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ. സോറി, ദേവുവിന്റെ ആദ്യ തവണ ഇല്ലല്ല, പ്രിയനായിട്ടൊക്കെ വന്നപ്പോ. ദേവുവിന്റെ സെക്കൻഡ് ടൈമാണ് ഇവിടത്തെ വിസിറ്റിങ്. ഇവിടുത്തെ അമ്മമാര് ഫുഡ് അത്രയും സ്നേഹമുള്ള അമ്മമാര് കേട്ടോ. കാരണം ഞാൻ കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനെന്താ മോളെ വന്നു. ഇവളോട് ഭയങ്കര കുശലം പറച്ചിലായിരുന്നു കേട്ടോ. ഇവളെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇവൻ വരുന്നു പ്രതീക്ഷ, ഇവൻ വന്നില്ല. ഇവന് വയറിന് അസ്ഥിത തുടങ്ങിയിട്ടുണ്ട് ഏകദേശം. അവനിങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും ഉള്ളതാ. പക്ഷെ അത് കുറച്ച് ഫുഡ് കഴിച്ച് തുടങ്ങുമ്പോൾ മാറും. അത് എന്ത് അസുഖമെന്ന് എനിക്ക് മനസ്സിലാവാറില്ല. പക്ഷെ ഫുഡ് കഴിച്ച് തുടങ്ങുമ്പോൾ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി, ഇന്നത്തെ വിശേഷം അതാണ്. അപ്പോൾ എനിക്ക് ഒരു ഫുഡ് വ്ലോഗ് ഞാൻ ഇതുവരെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുവാണെന്നാണെങ്കിൽ മുല്ലപ്പന്തൽ ഷാപ്പ് ആദ്യം സജസ്റ്റ് ചെയ്ത ഞാനാണ്. ഇന്ന് മെയ് 2-ാം തീയതി ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ ദിവസമാണ് ഇന്ന്. ആൻഡ് രജിസ്റ്റർ മാരേജ് ആയതുകൊണ്ട് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇന്നത്തെ ദിവസം ഞങ്ങളുടെ 6 years ഓഫ്
വെഡിങ് ആനിവേഴ്സറി എന്ന് പറയാൻ പറ്റില്ല, 1 ഇയർ എന്നിട്ട് ഞാൻ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് ഒക്ടോബറിലാണ്, അല്ല 1 ഇയർ അല്ല, ഒരു 5-6 മാസം 6-7 മാസം വീട്ടിലിരുന്ന്. പിന്നെ ഒക്ടോബറിലായിരുന്നു ഞങ്ങളുടെ ഒഫീഷ്യൽ വെഡിങ്. അത് അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. എൻ്റെ പാരൻസ് ഉണ്ടായിരുന്നു, അവൻ്റെ പാരൻസ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. വെഡിങ്ങിനും ഐ മീൻ രജിസ്റ്റർ മാരേജിനും ഞങ്ങളുടെ പാരൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ കുഞ്ഞു വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇടാം, കാണാം. ഇന്നത്തെ കാര്യം ഫുഡാണ് കേട്ടോ. അവൻ പറഞ്ഞത് കറക്റ്റാ, ഇന്നത്തത് മെയിൻ കാര്യം ഫുഡാണ്. നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മറ്റൊരു കാര്യം പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി നോട്ട് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ചധികം കാര്യങ്ങൾ നോട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതിൽ ഇവിടുത്തെ ടൈമിംഗ് വന്നിട്ട് ഫുഡ് ആവാൻ എങ്ങനെ നോക്കിയാലും 10:30 to 11 o'clock ആകും. കാരണം നമ്മളെല്ലാവരും ഷാപ്പിൽ വരാൻ ഉദ്ദേശിക്കുന്ന ടൈം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ലഞ്ച് ടൈം അല്ലെങ്കിൽ ഈവനിങ് ടൈം. അപ്പോൾ ഇവരോട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോർണിംഗ് 10:30 മുതൽ സ്റ്റാർട്ടാകും, പിന്നെ നൈറ്റ് 8:30 വരെ എന്തോ അവൈലബിലിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ വന്നപ്പോൾ ഇവിടെ റഷായി തുടങ്ങണേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നു, കാരണം കുറച്ച് വീഡിയോസ് എടുക്കാനും അങ്ങനെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നു. തിരക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ടാകുമല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ആദ്യം ഓർഡർ ചെയ്യുന്നത് കഴിഞ്ഞാൽ ഇവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫിഷ് പൊള്ളിച്ചത്. എൻ്റെ ഫേവറേറ്റ് ഞാൻ പറയാൻ വെച്ചാൽ എനിക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും ഫിഷ് പൊള്ളിച്ച് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് എന്നെക്കാട്ടും കൂടുതൽ ഇഷ്ടം എനിക്ക് തോന്നുന്നു ഇവർക്ക് തന്നെയാണ് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ ഫിഷ് പൊള്ളിച്ചത്, തലക്കറി, ഇത് രണ്ടും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ വന്നേക്കണം. എനിക്ക് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ അത് ഞാൻ കഴിക്കും. കൂടുതൽ എനിക്ക് പോർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ ഫുഡ് വന്നേട്ടാ. ഇത് ചമ്മന്തി അല്ലേ കപ്പയുടെ കൂടെ? സത്യോടെ അടുക്കളയിൽ ഫുള്ള് നമുക്ക് നിൽക്കാൻ പറ്റില്ല. ദേവ് വെള്ളമെടുത്ത് ദേവ് ഇരുവെടുത്ത് വായിൽ ഉടനെ വെച്ചിട്ട് ഇതാ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്ന നോക്കട്ടെ. കണ്ണ് നിറഞ്ഞടാ. അവള് അറിയാതെ മുളക് ചമ്മന്തി എടുത്ത് വായിൽ വെച്ചിട്ടുണ്ട് കേട്ടാ. അവൾക്ക് അറിയില്ലായിരുന്നു അത്. ചെമ്മീൻ വന്നിട്ടുണ്ട്, മുളക് ചമ്മന്തി ഉണ്ട്, നല്ല ഞണ്ട് റോസ്റ്റ് ഉണ്ട്. ഇത് രസം കാണാനായിട്ട്. നല്ല കപ്പ, പോർക്ക്, മീൻ പൊള്ളിച്ചത്. ഇത് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പൊ വിഷ്ണു തലക്കറി വാവ്. ഇത്ര ഐറ്റംസ് അല്ലേ നമ്മൾ പറഞ്ഞോളൂ. നല്ല കള്ളപ്പം വന്നിട്ടുണ്ട്. എന്ത് സോഫ്റ്റാന്നറിയോ? സത്യമായിട്ട് നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. ഇതുണ്ടോ ഇതിന്റെ ഗ്ലേസിങ് തന്നെ കാണാം. തലക്കറി ഇതിലൊരാളെയും തൊടാൻ ഞാൻ അനുവദിക്കുന്നില്ല. ഞാനും തൊടും. വിഷ്ണു കൊതി തന്നെ. കപ്പ, സോഫ്റ്റ് കപ്പ. എന്താണത്? നല്ല പോർക്ക് റോസ്റ്റ് ആണ് മൈ ഫേവറേറ്റ്. അത് വിഷ്ണുവിന്റെ ഫേവറേറ്റ് ആട്ടോ. ഞണ്ട് ആ കളർ കണ്ടാൽ അറിയാം ഇവ പൊളിക്കും. ഇത് ചെമ്മീൻ റോസ്റ്റ് അവളുടെ ഫേവറേറ്റ് ആണ് ഈ സാധനം. ചെമ്മീൻ റോസ്റ്റ് എന്തില്ലെങ്കിലും ചെമ്മീൻ റോസ്റ്റ് ഉണ്ടെങ്കിൽ ഞാനൊരു പറച്ചോറ് തന്നെ. ഈ ചെമ്മീൻ റോസ്റ്റ് കുറച്ച് പുട്ടും തലക്കറി ഫിഷ് പൊള്ളിച്ചത് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഫുഡിലേക്ക് കിടക്കാൻ പോവാണ്. ഇനി ഓരോ ഫുഡിന്റെയും ടേസ്റ്റ് വേസ് ചെയ്തിട്ട് പറയാം. അപ്പൊ നമ്മളിതാ ഫുഡ് സ്റ്റാർട്ട് ചെയ്തു. ഫുഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ കേട്ടോ. അതിന് മുന്നേ കള്ളും കൂടെ ഒഴിക്കട്ടെ ഗൈസ്. സൂപ്പർ. ആക്ച്വലി ഇച്ചിരി മട്ടുണ്ട്, പക്ഷെ ഓക്കെ. നമുക്ക് ആദ്യം അപ്പത്തിൽ തുടങ്ങാം. അപ്പത്തിൻ്റെ കൂടെ കോമ്പിനേഷൻ വന്നിട്ട് ചെമ്മീൻ റോസ്റ്റും ഉണ്ട്, നമ്മളുടെ പോർക്ക് റോസ്റ്റും ഉണ്ട്. അതെടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. അവൻ സ്റ്റാർട്ട് ചെയ്തു, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടോ. നേരത്തെ വിശന്നിട്ടാ പാവം, നമ്മളാ മനസ്സിലാക്കിയിരിക്കുന്നു. നല്ല പോർക്ക് റോസ്റ്റ് ആണ്. എനിക്ക് ഇങ്ങനെ ജെല്ലി പോലെ ഇരിക്കുന്ന സ്ഥലം ഇഷ്ടമല്ല, പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ ജെല്ലി ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ജെല്ലി മാറ്റിയിട്ട് അല്ലാത്ത പോർഷൻ മാത്രം കഴിക്കാൻ പോവാട്ടോ. ഇതേപോലെ ചെമ്മീൻ മതിയോ?
എടുത്ത് കഴിക്കും. അപ്പം നമുക്കിതിന് ചെമ്മീൻ കൂടെ ഇട്ട് നോക്കാം. ചെമ്മീൻ നല്ല രസമാണ്. എന്ത് രസമാണെന്ന് അറിയോ കാണാൻ. ഇതിൽ ആക്ച്വലി തേങ്ങാക്കൊത്തിട്ടുണ്ട് ചെമ്മീൻ റോസ്റ്റിൽ. സ്റ്റാർട്ട്. നല്ല പൂ പോലെ ഇരിക്കുന്ന കള്ളപ്പാണ്. ചെമ്മീൻ റോസ്റ്റ് എടുത്തിട്ട് കുറച്ച് ചെമ്മീൻ റോസ്റ്റും കൂടെ മുക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിന് കുടംപുളി ഇടുന്നു തോന്നുന്നുണ്ട് ചെമ്മീൻ റോസ്റ്റിൽ. നമ്മൾ സാധാരണ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പുളിയില്ല, പക്ഷെ ഇവര് പുളിയുണ്ട്. കൊള്ളാം. വിത്ത് കള്ള്. ഞാൻ പറഞ്ഞില്ലേ ഇവര് കുടംപുളി ഇടുമെന്ന് പറഞ്ഞില്ലേ? അതെ, കുടംപുളി. നമ്മൾ സാധാരണ ചെമ്മീൻ റോസ്റ്റിൽ കുടംപുളി ഇടാറില്ല. കള്ളിനെ അടിപൊളി. ഒരു കാര്യം പറയാനുണ്ട്. ഉണ്ടാവും. ഞാൻ പോയി എടുക്കേണ്ടി വരും. ഞാൻ ഓർത്തൂല അത്. ആ ചേട്ടൻ വരുമല്ലോ ഇപ്പൊ. നമുക്ക് പോർക്കും കൂടെ ആയിട്ട് ഒന്ന് തട്ടി നോക്കാം കേട്ടോ. പോർക്ക് പീസും അപ്പവും കൂടി എടുത്തിട്ട് കഴിച്ചു നോക്കാം. കഴിക്കരുത്. ആക്ച്വലി പോർക്കല്ല കിട്ടിയത്, കരള കിട്ടിയത് കേട്ടോ. കരള എനിക്കിഷ്ടം. നൈസ്. ഒരു കുറച്ചാണ് കൊള്ളാട്ടോ. നമ്മൾ വീട്ടിൽ സാധാരണ നാടൻ ഭക്ഷണം ഉണ്ടാക്കില്ലേ നമ്മുടെ വീട്ടിൽ, ശരിക്കും നമ്മുടെ വീടൊക്കെ മിസ് ചെയ്യും. വീട് മീൻസ് നമ്മൾ വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നതാണ്, പക്ഷെ എന്നാലും പുറത്തിങ്ങനത്തെ ആർട്ടിഫിഷ്യൽ മസാലകളോ സാധനങ്ങളോ ഒന്നും ഇല്ലാതെ ഇവരുണ്ടാക്കുന്ന ഫുഡുകൾ നമ്മൾ ഇവർ തന്നെ പൊടിച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു മസാലകളായിട്ട് യൂസ് ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ബാ അപ്പ ഹാപ്പി ആനിവേഴ്സറി. ഇനി കപ്പയിലേക്ക് കിടക്കാൻ പോവാണ്. ബിക്കോസ് എനിക്ക് വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഫുഡാണ് എനിക്ക് കപ്പ വിത്ത് മീൻകറി. ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ്. അപ്പം കപ്പയും മീൻകറിയിലേക്ക് കിടക്കാം. ഓക്കെ, നിനക്കില്ല. എനിക്ക് കപ്പ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കപ്പ മീൻകറിയും കൂട്ടി കഴിക്കാൻ കപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വല്ലാതെ ഇഷ്ടമാണ്. ആ ചേട്ടന്മാർക്കൊരു പേടി ഉണ്ടായിരുന്നു, നമ്മൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് മീൻസ് നമ്മൾ ഒരുപാട് ടൈം എടുക്കുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. മാക്സിമം ഞങ്ങൾ സ്പീഡാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല കുറുകുറായിരിക്കണം മീൻ ചാറാട്ടോ. നല്ല മീൻചാറ. അതിൻ്റെ വിത്ത് ഇവരുടെ സ്പെഷ്യൽ ചമ്മന്തിയും കൂടെ തന്നിട്ടുണ്ട്. ചമ്മന്തിയും കൂടെ കൂട്ടി ആദ്യം കഴിച്ചു നോക്കാം. കഴിക്കും. നീ ആദ്യം അപ്പം കഴിച്ചു കഴിക്കും. ഞാൻ ഒരു പീസ് കഷ്ണം കപ്പ എടുത്തിട്ട് ഇവരുടെ ഫേമസ് മുളക് ചമ്മന്തിയാണ് കേട്ടോ അത്. ഇഞ്ചി ഇട്ടിട്ടുണ്ടെന്ന് തോന്നണം, ഉണക്കമുളക്, അല്ലെങ്കിൽ അവർ മുളക് ഇടിച്ചതായിരിക്കും. ഇച്ചിരി പുളിയുണ്ട്, ഇച്ചിരി ഉപ്പ്, ഇച്ചിരി വെളിച്ചെണ്ണ. അതിൻ്റെ ഉള്ളി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഉള്ളിയും ഇട്ടിട്ടുണ്ട്. അടിപൊളി, നല്ല എരിവുള്ള ചമ്മന്തി കേട്ടോ. എരിവ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് ഇവിടെ ഷാപ്പ് എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളെപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലാണെങ്കിൽ
ഞങ്ങൾ രണ്ടുപേരും ഫോണിൽ യൂട്യൂബ് വീഡിയോസ് കാണും. അത് ഏറ്റവും കൂടുതൽ ആ സമയത്ത് കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് റിലേറ്റ് ചെയ്തിട്ട് ജഗതി ചേട്ടൻ ചിക്കൻ തിന്നണത്. എനിക്ക് ചിക്കൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജഗതി ചേട്ടൻ ചിക്കൻ തിന്നുന്ന വീഡിയോ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിൽ തന്നെ. പിന്നെ കള്ളഷാപ്പ് കാണുമ്പോൾ ആദ്യം വന്നത് തിലകൻ ചേട്ടനെയാണ്. തിലകൻ ചേട്ടൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കള്ളഷാപ്പ് നടത്തുന്ന ഒരു ഫിലിമുണ്ട്. അത് ഇവൻ കാണിച്ചു തന്നിട്ടാ ഇന്നസെന്റും കൂടെ ഉള്ളത്. അത് ഏത് പടം? അത് ശരിക്കും മറ്റേ നാടകം വരുന്നത് ആദ്യം. അത് അന്ന് അത് ആ സിനിമയിൽ ആ റോൾ അഭിനയിച്ചത് മറ്റേ രാജംബിദേവായിരുന്നു. എന്ത് പേര് എന്തോ മാന്ത്രിക കുതിര അങ്ങനത്തെ ഒരു പേരായിരുന്നത്. എനിക്കറിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ അത് സിനിമയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അത് തിലകനാ റോൾ ചെയ്ത. രണ്ടുപേരും അടിപൊളിയായിരുന്നു. എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ട സീൻ എന്ന് വെച്ചാൽ ഷാപ്പിലെ സീനായിരുന്നു. കൊതി വരും നമുക്ക്. ഷാപ്പിൽ പുള്ളി പറയുന്നുണ്ട്, എടാ എരിവുള്ള മീൻകറി ഉണ്ടെങ്കിൽ കള്ള് കുറേ കുടിക്കുമെന്ന് പറയുന്നുണ്ട്. ശരിക്കും സത്യം അതാണ്. ഷാപ്പിലെ ഫുഡ് ഇത്രയും എല്ലാവരുടെ ഉള്ളിലേക്ക് കയറാൻ റീസൺ ഇവിടുത്തെ എരിവാണ് ഓർമ്മയിരിക്കണം. ഷാപ്പിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് എരിവാണ്. കാരണം ഞാൻ കൊച്ചിക്കാരി ആയതുകൊണ്ട് എരിവില്ലാത്ത ഫുഡ് എനിക്ക് പറ്റത്തില്ല. പക്ഷെ ഇവന് അത്ര എരിവ് വേണം നിർബന്ധമില്ല. നല്ല എരിവുള്ളത് ഭയങ്കര ഇഷ്ടവുമാണ്. അപ്പുറം ഒരുപാട് എപ്പോഴും അധികം എരിവ് വേണ്ടതുള്ള അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കാൻ മനസ്സല്ല. തലക്കറി എനിക്കുള്ള നീ ചാരി മുക്കി നക്കിയാ മതി. ഓക്കെ മതിടാ. മീന് എരിവാണ്. നീ ഇത് കൂട്ടി കഴിക്കും. ചെമ്മീൻ എടുത്തു വെച്ചോ. ശരിക്കും ഫാമിലി ആയിട്ട് ഇടയ്ക്ക് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. കാരണം ഒരുപാട് ക്യാഷിൻ്റെയും ഡെയിലി ബിസി ലൈഫിൻ്റെ ഒക്കെ പുറകെ നടന്നിട്ട് എന്താ കാര്യം? ഇതൊക്കെ ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് വീട്ടിലാണെങ്കിലും എന്തെങ്കിലും പരിപാടി വരുന്ന സമയത്താണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ വാ തുറന്ന് നല്ല സ്മെല്ലൊക്കെ ഇരിക്കും. വാ തുറന്ന് നമ്മളൊന്നും പറയാൻ പാടില്ല എന്ന് പറയും. കാരണം ചിലപ്പോൾ നമ്മളൊന്നും നന്നായി വരുമ്പോൾ നമ്മളുടെ ശരീരം വെച്ച് വരുമ്പോൾ ഒരാൾ വന്നിട്ട് നീ ഇപ്പം തടിച്ചു കൊടുത്തല്ലൂടാന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലൊരു ഡൗട്ട് അത് ഫീൽ ചെയ്യില്ലേ? അതുപോലെയാണ് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കഴിക്കുന്നത് വിളമ്പി എല്ലാവരും കഴിക്കണ കാണുമ്പോൾ ഉണ്ടാക്കിയ ആളുകളുടെ മനസ്സിൽ നിന്നറിയും. ഞാനിപ്പോൾ അമ്മമാരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീഡിയോസിലും ഞാൻ അമ്മമാരെ കാണാറുണ്ട്. അപ്പോൾ അവിടെ ഒരാൾ പള്ളുരുത്തിക്കാരിയാണ്. അപ്പോൾ പുള്ളിക്കാരനെയും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വൃത്തി, ഹൈജീൻ ആയിട്ടുള്ള പ്ലേസ്. അവരുണ്ടാക്കുന്ന വിറകടുപ്പിലാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്നത് എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ബിസി ആയിട്ടുള്ള പാരൻസും കൂടെ ആയതുകൊണ്ട് നോർമലി എളുപ്പപ്പണിയായിരിക്കും. ഇപ്പം ഈവൻ ഞാൻ പോലും എളുപ്പപ്പണിയാണ് വീട്ടിൽ ചെയ്യാറുള്ളത്. കാരണം ജോലി, കൊച്ച്, ഫാമിലി, ഈവൻ യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ട് അപ്പം ഇടയ്ക്ക് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. ഞങ്ങൾക്കൊരു പൊട്ടത്തരം പറ്റിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഗൂഗിൾ പേ എടുക്കോ കാർഡ് എടുക്കോ എന്നൊന്നും അറിയില്ല. ക്യാഷ് കൈ കരുതുന്നതാണ് എപ്പോഴും നല്ലത്. ഷാപ്പിൽ വരുമ്പോൾ പ്രത്യേകിച്ചിട്ടോ. ഫിനിഷ്. എനിക്കൊന്നും വേണ്ട. ചമ്മന്തി ഇട്ടിട്ട് കപ്പഴിച്ചു കൊടുക്കണം. വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഫുഡുകളാണ് ഞങ്ങൾക്കിത് അല്ലേ? ചമ്മന്തി എത്ര പോലെ? ചമ്മന്തി ഒരു ഇച്ചിരി കൂടെ നന്നാവാനുണ്ട്. ചോളാം. നീ ഞണ്ട് പിടിക്കും. നമുക്ക് ഞണ്ട് കഴിച്ചു നോക്കാം കേട്ടോ. നല്ല അടിപൊളി ഞണ്ടാണ്. ഞണ്ട് ഭയങ്കര രസമാണെന്നാണ് അവൻ്റെ എക്സ്പ്രഷൻ. ഞണ്ട് കഴിച്ചു നോക്കാം. ഗ്രേവി ഉള്ളു കേട്ടോ. ഞണ്ടിൻ്റെ ഗ്രേവി വന്നിട്ട്
പെപ്പർ പൊടിയില്ലേ, പെപ്പർ പൊടി നല്ലോണം കിട്ടുന്നുണ്ട്. തക്കാളിയുടെ പുളി അതും നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞണ്ട് ഞണ്ട് കഴിക്കുന്നതിന് ഒരു ശാസ്ത്രീയ വശമുണ്ട്. എനിക്ക് തോന്നുന്നു ഞണ്ട് ലാസ്റ്റ് കഴിക്കണേ നല്ലതാണ്, കാരണം 2 കയ്യും ആവും. ഈ ഒരു പീസ് വെച്ചിട്ട് ഞാൻ 2 ലാസ്റ്റ് കഴിക്കുള്ളൂ കേട്ടോ. എനിക്ക് ഇതൊക്കെ ഷെല്ലും ഒക്കെ ഷെല്ലുണ്ടോ? ഞണ്ട് നല്ല എരിവുണ്ട്. നല്ല ഷെല്ലുണ്ട് ഞണ്ടിന്, അടിപൊളി. നാക്കൊണ്ട് വെള്ളത്തിൽ നല്ലൊരുണ്ട്. വേസ്റ്റ് ഗ്ലാസ് ആണോ? വേസ്റ്റ് ഗ്ലാസ് അല്ല, ആക്ച്വലി ബിസി ഷെഡ്യൂളാണ്. ഇവിടെ നിന്ന് നേരെ ലുലു പോകണം, ലുലുന്ന് നേരെ കൈരളിയിൽ ഫിലിം കാണാൻ വേണ്ടി പോകണം. മമ്മിയുടെ അടുത്ത് പോകണം. അവിടെ നിന്ന് നേരെ തുടരും ഫിലിമിന് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നേരെ നമ്മൾ ഫിലിം കാണാനും പോകും. ഓക്കെ, അപ്പോൾ ഇന്ന് ടൈറ്റ് ഷെഡ്യൂളാണ്, ഫുള്ളി ബിസി. നമ്മളെപ്പോഴും ഫുള്ളി ബിസി ആയിരിക്കുമ്പോൾ ഓവർ തിങ്കിങ് കുറയും. പിന്നെ ഫുള്ളി ബിസി ആയിരിക്കാം, കൂടുതൽ ട്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്താണ് ബിസി ആയിരുന്നു. തിന്നുകൊണ്ടേയിരിക്കുക. തിന്നാൻ വേണ്ടി മാത്രമാണ് ഞാനും വിഷ്ണുവും കൊച്ചൊക്കെ ജീവിക്കണം അല്ലടാ. പിന്നെ ഓ ഞാൻ ലാസ്റ്റ് കഴിക്കുള്ളൂ, കാരണം ഞണ്ട് കഴിക്കുമ്പോൾ 2 കൈയും വർക്കിംഗ് ആണ്. ഇതുണ്ടോ? നല്ല കള്ള് കേട്ടോ. കള്ള് കുടിച്ച വയറിളകും എന്നാണ് ഞാൻ കേട്ടേക്കണത്. ആണോടാ? ബിൽ തുക പണമായി മാത്രമേ സ്വീകരിക്കുള്ളൂ. ഇതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട്. ബിൽ തുക ക്യാഷായിട്ട് മാത്രമേ സ്വീകരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാനവിടെ പോയി ചോദിച്ചു നോക്കട്ടെ, ഇൻ കേസ് ക്യാഷായിട്ട് മാത്രം എടുക്കുള്ളൂ എന്നാണെങ്കിൽ സീൻ കോൺട്രാ നമ്മൾ പോയിട്ട് ATM തപ്പി കണ്ടുപിടിച്ച് ക്യാഷ് എടുത്തിട്ട് വരണം. ഓക്കെ, കരിമീനിലേക്ക് കിടക്കാം. നല്ല വാഴയിലയിൽ വാട്ടി വെച്ചേക്കുന്ന കരിമീൻ എടുത്തിട്ടുണ്ട്. ആൻഡ് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം അഡീഷണൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കരിമീനിലേക്ക് കിടക്കാൻ പോവുകയാണ്. ഓക്കെ, കരിമീൻ പൊട്ടിക്കുന്നതിനൊരു ശാസ്ത്രീയ വശമുണ്ട്, ശാസ്ത്രീയമായ വശം. ഇങ്ങനെ തുറക്കാം, കണ്ടോ? വാ, വാവ്, ഇത് ഇത്ര വാഴയിലാണ് അപ്പോൾ പൊതിഞ്ഞേക്കണേ. ഇവര് നോക്ക്, ഒരു രക്ഷയില്ല. ബാ, ഇതേ വാലൊക്കെ പൊതിഞ്ഞു വെച്ചേക്കണു. കൊള്ളാം കേട്ടോ, വെരി നൈസ്, ഭയങ്കര നന്നായിട്ടുണ്ട്. ഇതാ ഇതാ നോക്ക്, ക്യാഷ്നട്ട്, ഇതാ ക്യാഷ്യൂ ഉണ്ട്, അല്ല അടിപൊളി ഗ്രേവി ഉണ്ട്, ഫ്രൈഡ് ഫിഷാണ് തോന്നുന്നു. കരിമീനാണ്. അപ്പം കരിമീൻ പൊള്ളിച്ചത് സോറിടാ, കരിമീൻ പൊള്ളിച്ചത്തു. ഓക്കെ, അപ്പം ഞങ്ങൾ അതിലേക്ക് കിടക്കാൻ പോവാം കേട്ടോ. നല്ലൊരു പോർഷൻ ഇങ്ങനെ എടുക്കുക, ഗ്രേവിയോട് കൂടി. യെസ്, ഇത് ഷെല്ലോട് കൂടി കിട്ടിയിരുന്നു എനിക്ക്, വിത്ത് ക്യാഷ്നട്ട്. കഴിച്ചു നോക്കട്ടെ കേട്ടോ. എപ്പോഴും സൊല്ലപ്പോറേ. നല്ല എരിവുണ്ട്, നല്ല ചൂടുണ്ട്. സോറി, എരിവല്ല, ചൂടുണ്ട്. കഴിക്കാൻ പോവാട്ടോ. ആക്ച്വലി ചൂടുള്ളതുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന ചൂട്. നല്ല ഗ്രേവി, നല്ല പെപ്പറിൻ്റെ ഫ്ലേവർ വരുന്നുണ്ട്, നല്ല വെളുത്തുള്ളിയുടെ ഫ്ലേവർ വരുന്നുണ്ട്, ക്യാഷ്നട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഗ്രേവി കേട്ടോ. ഇത് ഫിനിഷ് ചെയ്തിട്ടേ ബാക്കി പരിപാടിയുള്ളൂ. ഗ്രേവി മാത്രം ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ക്യാഷ്നട്ട് മാത്രമല്ല, മുന്തിരി ഇട്ടിട്ടുണ്ട്. മുന്തിരി ഉണ്ട്, കൊള്ളാം. നല്ല കരിമീൻ, നല്ല അടിപൊളി കരിമീൻ, ഒന്നും പറയാനില്ല. നല്ല വലിപ്പമുള്ള വേർത്താണ് കേട്ടോ.
ഇനി ബില്ലും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അറിയാം വർത്താവോ ഇല്ലയോ എന്നുള്ളത്. തോന്നണു ഇപ്പൊ എല്ലാ യൂട്യൂബേഴ്സും വന്നിട്ട് ഷാപ്പൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എടുത്തിട്ടുള്ളതാണ്. ബട്ട് എനിക്കൊരു ഫുഡ് വ്ളോഗ്, ഐ മീൻ ഫുഡ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് ഇവിടെ നിന്ന് തന്നെ വേണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഇങ്ങോട്ട് വന്നേ. ആണെന്നേ അടിപൊളി. നമ്മളിപ്പോ തിരിച്ചിട്ട് കണ്ടത് ഇപ്പൊ താഴെ കിടക്കണ അതിനെന്താ പെരട്ടകളെ വെച്ചാൽ പോരാ. എനിക്കങ്ങനെ അത് ഈ മസാലയൊക്കെ ഓക്കെ. അപ്പോൾ ഇവൻ ആക്ച്വലി മസാല ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പേഴ്സണാണ്. അപ്പം ഞാൻ കറി ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും മസാല കുറച്ചിടാൻ പറയും. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ് കേട്ടോ. അതുകൊണ്ടല്ലോ നല്ല ഫ്രൈഡ് ആടാ. അധികം മസാല അധികം കഴിക്കാത്ത ആളായതുകൊണ്ടാണ് ആ പ്രശ്നം. നല്ല ഫ്രൈഡാ. ഉള്ളൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ല മീൻസ് ആ മീൻ വറുത്തതിൻ്റെ ഒരു രീതിയില്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ മസാല ഞാൻ അധികം കഴിക്കില്ല. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം എന്താ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത് ചിക്കനോ ബീഫോ വെറുതെ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുഴുങ്ങി കുറച്ച് പെപ്പർ പൗഡറും ഈ ഉപ്പൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡെയിലി കഴിക്കോ? ഡെയിലി കഴിക്കുന്ന വെച്ചാൽ എനിക്ക് ഒരുപാട് ഇതിലാണ് ഇങ്ങനത്തെ രീതിയിലൊക്കെ കിട്ടിയാലും മതി. ഡെയിലി കഴിക്കുമോ? നമുക്ക് ഇടയ്ക്ക് അപ്പൊ കാര്യം മനസ്സിലായില്ലേ? കൊള്ളാടാ, ഒന്നും പറയാനില്ല. കാരണം ഇവിടെ ഭയങ്കര സ്പൈസിലാ. ഇത് സ്പൈസിഡ് ആളാ. ഞാൻ ഡൂയുനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ആകെ കഴിക്കാൻ പറ്റുന്നത് നമ്മളുടെ പാതിരാക്കോഴിയുടെ പെരി പെരി അൽഫാം എനിക്ക് കഴിക്കാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ അത് വൊമിറ്റ് ചെയ്ത് പോകും. പക്ഷെ എന്നാലും അല്ലേ ഏറ്റവും കൂടുതൽ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇവക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൂട്ടുകാരി ബെസ്റ്റ് ഫ്രണ്ട് അച്ഛൻ. നമ്മുടെ ഇങ്ങോട്ട് വരാനുള്ള ലൊക്കേഷൻ ഇത് ശരിക്കും പറഞ്ഞത് തൃപ്പൂണിത്തുറ കഴിഞ്ഞിട്ട് പുതിയ കാവുന്ന സ്ഥലത്താണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മുല്ലപ്പൻ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഷാപ്പാണ്. അപ്പോൾ പുതിയ കാവുന്ന സ്ഥലത്താണ്. പെട്ടെന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റും. നല്ല ഫുഡാണ്. ഇവിടുന്നൊരു ഇവൻ തിന്ന് കഴിഞ്ഞിട്ടുള്ള മസാലകളും ഷെല്ലുകളും ആട്ടോ ഇതൊക്കെ. ആ ലൊക്കേഷൻ പറ. തൃപ്പൂണിത്തുറയ്ക്ക് അടുത്ത് പുതിയ കാവുന്ന സ്ഥലത്താണ് ഈ ഞങ്ങൾ ആലുവയിൽ നിന്ന് വരുന്നത്. ഞങ്ങൾ ആലുവയിൽ നിന്ന് വരുമ്പോൾ ഏകദേശം ഒരു 30 കിലോമീറ്റേഴ്സ് ഓൾമോസ്റ്റ്. നമുക്ക് ആലുവയിൽ മെട്രോ കയറിയാൽ ഇവിടെ നമുക്ക് തൃപ്പൂണിത്തുറ ഒന്ന് ഇറങ്ങാം. വരാവുന്ന ദൂരം. അവിടെ നിന്ന് ഒരു ഓട്ടോ അല്ലെങ്കിൽ ഒരു യൂബർ വിളിച്ചിട്ട് നേരെ ഇവിടെ വരാവുന്ന ദൂരമേ ഉള്ളൂ. മാക്സിമം ഒരു 12 മണിക്ക് ആകുമ്പോഴത്തേക്കും വരാൻ നോക്കാം. മാക്സിമം കഴിച്ച സാധനം മസാല ഉണ്ടോ? നമ്മളെ പ്ലേറ്റുകൾ ഓരോന്നായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും നല്ല ഫുഡികളാണ്. നന്നായിട്ട് ഭക്ഷണം കഴിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഞാൻ നേരത്തെ കുറച്ച് മുമ്പ് വരെ ഇപ്പൊ ഇത്തിരി പറഞ്ഞു. നേരത്തെ മുമ്പ് തന്നെ എനിക്ക് സത്യം ഒരു 2 ബിരിയാണി കഴിച്ചാലേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. സത്യം. ഇവന് ആര്യാസിൽ പോയി കഴിഞ്ഞാൽ 2-3 മസാല ദോശമാണ് നമ്മളെത്താന്നാല്. പക്ഷെ ഇപ്പൊ ഇത്തിരി കുറഞ്ഞ്. കാരണം നമുക്ക് അപ്പൊ അതിനനുസരിച്ചുള്ള ഇത് കപ്പാസിറ്റി. പക്ഷെ ഇങ്ങനെ ഷാപ്പിലൊക്കെ നമ്മൾ മാക്സിമം നന്നായിട്ട് കഴിക്കാൻ ഡെയിലി ഒരുപാട് കഴിക്കുമ്പോൾ പ്രശ്നം. നമുക്ക് വല്ലപ്പോഴും രീതിയിൽ നല്ല ഫാമിലി ഒക്കെ ഒരുമിച്ച് എല്ലാവരും കൂടി ഒരു ജസ്റ്റ് ഒരു ഗെറ്റ് ടുഗദർ കൂടിയിട്ട് ഇതുപോലെയൊക്കെ ഷാപ്പിലൊക്കെ ഒന്ന് ഫുഡ് കഴിക്കാൻ നല്ല കാര്യമാണ്. ആക്ച്വലി ഞങ്ങൾ വരുന്ന സമയത്ത് എൻ്റെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവള് ലുലു പോവാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇവിടെ വരാൻ പറഞ്ഞു. പക്ഷെ അവള് കൊച്ചു ലുലു കണ്ടു കഴിഞ്ഞാൽ സ്പാർക്കീസ് ഒക്കെ ഉള്ളതുകൊണ്ട് ആ പിള്ളേർ അവിടെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് വന്നില്ല. യു മിസ്ഡ് അല്ല ജമ്മു. ചെമ്മീനാന്ന് വെച്ച് മസാല മാറ്റി വന്നപ്പോഴത്തേക്കും അത് കുടംപുളി. ഈ അവസ്ഥ എത്തിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ കഴിക്കാനുണ്ട് അതിൻ്റെ അകത്തുനിന്ന്. തല ഞാൻ ഫിനിഷ് ചെയ്തോ. പിന്നെ ഈ ചെമ്മീനും തലയോട് എനിക്ക് അത്ര വലിയ ഇതില്ല. തലക്കറി എനിക്ക് വേണ്ടി മാത്രം ഓർഡർ ചെയ്തേക്കോ സത്യത്തിന്. അടുത്ത ഇത് പിടിക്കണം.
സത്യത്തിൽ ഇതിൽ മീൻ കഴിക്കാനുണ്ടാ നല്ലോണം ടൈം കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കെൽറ്റൻ മാത്രമാക്കുന്ന രീതിയിൽ എനിക്ക് കഴിക്കാൻ അറിയാം. പക്ഷേ ഇവിടെ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് പെട്ടെന്ന് കഴിക്കുക. ഈ കഴിപ്പ് ഞാൻ വീട്ടിലാണെങ്കിൽ ഉണ്ടല്ലോ ഇത് വൈറ്റ് കളറായേനെ. ഞാൻ പറഞ്ഞില്ലേ മട്ടൻ ഉണ്ടെന്ന്, മട്ടൻ ഉണ്ടാവും. കാട പിടിക്കാൻ അല്ല കുഞ്ഞ, ഇത് രണ്ടും ലാസ്റ്റ് പിടിക്കാൻ, കാരണം നീ തല പിടിക്കുമ്പോൾ ഞാൻ ഇത് പിടിക്കും. ഞണ്ട് എനിക്ക് ഭയങ്കര ആക്ച്വലി തലയിലൊക്കെ കുറെ ഉണ്ടോ തിന്നാൻ. ഞണ്ട് എനിക്ക് ഭയങ്കര നീ ഫേവറേറ്റ്. തുടങ്ങിക്കോ, ഞാൻ വന്നോളാം. കാരണം കുറച്ച് പണിയെടുക്കണം അതിനകത്ത്, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റാണ്. പിന്നെ പോർക്ക് എനിക്ക് ഫേവറേറ്റ് ആണ്. ഞാൻ പോർക്ക് കഴിക്കാത്ത ഒരാളായിരുന്നു, കാരണം ഇതൊന്നും അധികം കഴിച്ച് ശീലിച്ചിട്ടില്ല, പോർക്ക് ബീഫ്. പക്ഷേ പിന്നെ ഇത് കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ഏറ്റവും ടേസ്റ്റുള്ള ശരി നല്ല സംഭവമാണ് ശരിക്കും പോർക്ക് ബീഫൊക്കെ. അതിന് ബീഫിനെക്കാട്ടും എനിക്കിഷ്ടം പോർക്കാണ്, കാരണം പോർക്കിൻ്റെ പ്രത്യേകിച്ച് പോർക്ക് നല്ലൊരു മീറ്റാണ്. കാരണം മുസ്ലിം കുട്ടീനെ കെട്ടിയത് കൊണ്ട് അവൻ ആകെ ഉണ്ടായിരുന്ന ബെനഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫൊക്കെ നല്ലോണം കഴിക്കാൻ പറ്റി. ഞാൻ പക്ഷെ പോർക്കും കഴിക്കുന്നുണ്ട്. പോർക്ക് ഞാൻ ഉണ്ടാക്കാറില്ലായിരുന്നു കേട്ടോ. പ്ലേറ്റ് വേണ്ടിയിട്ട് അടുത്ത് നോക്കി സങ്കടം വന്നിട്ട് നിന്നെ കളയാൻ, പക്ഷെ എന്ത് ചെയ്യാനാ, സമയമില്ല. കാടാ കുഞ്ഞിക്കാടാ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. ഓക്കെ, ലെറ്റ് us start മാഗി. ഊഞ്ഞാലാടുന്നു. ഞാൻ ഈ കുഞ്ഞു കോഴിയുടെ എന്താണ് അതിനെ പറഞ്ഞ കൊരക്ക് ടേസ്റ്റ് വേറെ. നല്ല ഡീപ് ഫ്രൈ ആണ് അല്ലോ. ഡീപ് ഫ്രൈയോ? നല്ല ഡീപ് ഫ്രൈ ആണ്. എണ്ണയിൽ പൊരിച്ചോണ്ടത്. പക്ഷെ എൻ്റെ കടിക്കുമ്പോൾ അറിയാം, ഞാൻ ചവച്ചോണ്ടേ ഇരിക്കണം, ടൈം എടുക്കും. എൻ്റെ കാല് വെച്ച് നോക്കട്ടെ. നല്ല പച്ച വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണയില്ലേ, അതിൻ്റെ ഫ്ലേവർ ശരിക്കും കിട്ടുന്നുണ്ട്. ശരിയാ, ഓയിലും നല്ലത്. നല്ല നാടൻ വെളിച്ചെണ്ണ. കഴിക്കെടുത്ത് കൊള്ളാട്ടോ. പക്ഷേ എണ്ണ ശരിക്കും കുടിച്ചിട്ടുണ്ട്, അത് മാത്രമേ എനിക്കൊരു ഡിമെറിറ്റായിട്ട് ഫീൽ ചെയ്തുള്ളൂ. Otherwise, it's really flavorful. മാറ്റി ഇതാ കാടയും കംപ്ലീറ്റഡ്. ഓക്കെ, ഇനി എനിക്ക് ഒന്നാന്തരം തലക്കറിയാണ്. ഈ തലക്കറി കഴിക്കട്ടെ കേട്ടോ. സത്യത്തിൽ നമ്മൾ ഇവിടുത്തെ എല്ലാ ഫുഡും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം തലക്കറി പിടിക്കുന്നതാണ് നല്ലത്. ഇന്നുപോലെ ചെമ്പല്ലി അല്ലെന്ന് തോന്നുന്നു, ഇത് എന്തോ ഇത് എന്നിട്ട് തലക്കറിയാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്നാണ് ഞാൻ തലക്കറിയിലേക്ക് കടക്കാൻ പോവാം. ഫൈനലാണ്. അപ്പം ലെറ്റ്സ് എൻജോയ് ദ ഫുഡ്. ചൂരയുടെയോ കേരയുടെയോ പിന്നെന്തിൻ്റെ അത് ഭയങ്കര കട്ടിയുള്ള ഷെല്ലാട്ടോ. ചെമ്പല്ലി അവനെ ആൻസുള്ളൂ. നല്ല ചാറി മുക്കി അടിക്കുക. കേരയാ ആക്ച്വലി കേര എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. ചിങ്കിട്ടി തോന്നണം ഞാൻ പറഞ്ഞല്ലേ. തലക്കറി അങ്ങനെയൊക്കെ ചെയ്യും. കേര എനിക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷെ എന്നാലും ഞാൻ കഴിക്കും.
നമ്മളിനിയിപ്പോൾ നമ്മുടെ ഫുഡിലേക്ക് കിടക്കുകയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ സെറ്റ്. ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ. കേരയുടെ ഒരു പീസ് എടുക്കുക, ഇങ്ങനെ ഒഴിക്കുക ചാറിൽ, ഇത് കഴിക്കുക. കപ്പ വിത്ത് ഫിഷ് കഴിച്ചിട്ട് ബാക്കി നോക്കാം. അങ്ങനെ എടുക്കുക, ഒഴിക്കുക. എൻജോയ് യുവർ ഫുഡ്. എപ്പോഴും എന്ത് കഴിക്കുമ്പോഴും എൻജോയ് യുവർ ഫുഡ് ആൻഡ് എക്സ്പ്ലോർ ദിസ് വേൾഡ്. പിന്നെന്താ പറയുക, ഹാപ്പി ഇൻ എവറി മൊമെൻറ്റ് അല്ലേ? ഇത് ഹെവിയാ. ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതാ പാഴ്സലാക്കാൻ പറ, പാഴ്സലാക്കാൻ പറ. തീരൂല. വീട്ടിൽ പോയിട്ട് എനിക്ക് സമാധാനത്തിൽ തിന്നാൻ പറ്റുമോ? കഴിച്ചോ. ഞാൻ ബാക്കി വീട്ടിൽ പോയിട്ട് ഫിനിഷ് ചെയ്യട്ടോ. വയറ് നിറഞ്ഞു സത്യത്തില്. വിത്ത് മീൻ ചാറ് കുഴച്ചിട്ട് ഞണ്ട് വേണേ തീർക്കാം. ഞാൻ പാഴ്സലാക്കാൻ പറ. കള്ള് തീർന്നു നോക്കിയാ. കള്ള് വെച്ച് ഇത് പൊഴിക്കണം. ആടെ കഴിച്ചോ. ഇനിയുണ്ട് ചെമ്മീൻ, കഴിച്ചോ. കള്ള് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് അല്ലേ? ഞാനൊരു ഗ്ലാസ് കൊണ്ടുള്ളൂ. ഞാനിപ്പോൾ തീർന്നു. ഇത് ഗ്യാസ് കയറി നമ്മൾ കപ്പ കഴിച്ചോണ്ടാണ് ഇപ്പോൾ പണിയിട്ട്. അല്ലായിരുന്നെങ്കിൽ കഴിച്ചില്ല നമ്മള്. നല്ല അമ്പയൻസ് ഉണ്ടോ? അമ്പയൻസ് മീൻസ് നമ്മൾ വലിയ ചൂടൊന്നുമില്ല, പറഞ്ഞുള്ള. ഞാൻ നീറ്റട്ടെ വേജല്ലേ. അപ്പോൾ ഒരാൾ ഇറങ്ങണാകുമ്പോഴത്തേക്കും അടുത്ത് പറയാം, ചേട്ടാ തലക്കറിയും രണ്ടും കൂടെ ഒന്ന് പാഴ്സലാക്കി തരുമെന്നേക്കും. ചാറ വേണം രാത്രിത്തേക്ക് ഇത് കൂട്ടി തട്ടാം. ഗൈസ് ഹെവി. അപ്പം ചിയേഴ്സ് ഗൈസ്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഐ ഹോപ്പ് യു ഗൈസ് ആർ എൻജോയിങ് ദിസ് വീഡിയോ അല്ലേ? അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ആൻഡ് ഫുഡൊന്ന് ഫിനിഷ് ചെയ്യട്ടെ, കാരണം അത്രയും ആക്രാന്തം പിടിച്ചിരിക്കുകയാണ്. നല്ലോണം വിശക്കുന്നുണ്ട്. രാവിലെ ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് ഇറങ്ങിയേക്കാം ഞങ്ങൾ 3 പേരും. അപ്പം നല്ലോണം വിശക്കുന്നതായതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ full of sneham. Bye from Girl Life Stories. Bye.